പാട്ടല്ലേ വല്യമ്മ? കാക്കച്ചി പെണ്ണിന് കല്യാണം, അത് മതി. ആ പാട്ടൊന്നും ഇച്ചറിയില്ല എന്റെ പാത്തു. ഇച്ചേ കദളിവായ കയ്യിലിരുന്ന് അറിയുള്ളൂ. പാട് വല്യമ്മ. അതിന്റെ ഇടയിൽ കൂടി എനിക്ക് പാലും തന്നോ? ആ തൂക്കുപത്രം ഇങ്ങോട്ട് കാട്ടിച്ച ആദ്യം. വല്യമ്മക്ക് പാട്ട് പാടാൻ വന്നപ്പോഴേ നല്ല സന്തോഷിക്കണു. വല്യമ്മനെ സന്തോഷിപ്പിച്ചാനുള്ള ഏക വഴി അതന്നെയാണ്. വല്യമ്മയുടെ പാട്ട് നല്ല രസമുണ്ടെന്ന് പറയാ. അനക്ക് ഏത് പാട്ടാ വേണ്ടത്? കാക്കച്ചിടെ അക്കരെ കാവിലെ ചക്കര മാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം. മാവിൽ മരതക പൂമാല മേനിയിൽ മിന്നുന്ന പൂഞ്ചേല. കൊക്കു തുളച്ചൊരു മൂക്കുത്തി കനകമാറിലു മൈലാഞ്ചി. അക്കരെ മാവിലെ ചക്കര മാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം. ഇന്ന കളയാതെ കൊണ്ടേക്കോ, അത് നിറച്ച് പാലുണ്ട് ട്ടോ. ഇനി ആ പാല് നശിപ്പിച്ചണ്ട പറ എന്റെ അമ്മച്ചിനോട്. നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കിയേക്കാൻ പറയിച്ച് ഞാൻ വരുമ്പക്കിനും. മോളെയും കൊണ്ട് കത് പോ പെണ്ണേ, പോയിട്ട് ചായ വെച്ചേക്കാൻ പറയ്. കുഞ്ഞിപ്പാത്തു, ആ സോൾസീക്കറിനോട് നിന്നിട്ട് വരാൻ പറ ഈ പാലത് കൊണ്ടേ കൊടുക്കാന്. ഓൾക്ക് എന്തിനാ വെറുതെ സൈക്കിൾ വാങ്ങിക്കൊടുത്തിക്കണത്? ഞാൻ പറഞ്ഞോളാ. കുരിശ് ടീച്ചറേ, ആഹാ, ഇനിയിപ്പോ ഇജ്ജെന്തിനാ പിന്നെ തെരഞ്ഞു വന്നിക്കണത്? ഇങ്ങക്കുള്ള പാല് കൊണ്ടുവരാൻ വേണ്ടിട്ടേ ഞാൻ ആ സോൾസീക്കർ ചെറുക്കനെ കൊറേ നേരായി കാത്തു നിൽക്കണു. അതുകൊണ്ടാ നേരം വൈകിയത്. ഞാനേ പാലെടുക്കാനൊന്നല്ല വന്നത്. അമ്മ പറഞ്ഞു കുരിശ് ടീച്ചറെ കയ്യിന്ന് കുറച്ച് ചാണകം മേടിച്ചിട്ട് വാന്ന്. അതെന്താ അന്റെ അമ്മ ഇന്നിപ്പോ അനക്ക് തിന്നാൻ തന്നെ ചാണകാ? അല്ല കുരിശ് ടീച്ചറെ, കുരിശ് ടീച്ചർ വരുമ്പോ ചായയിൽ ഇത്തിരി കലക്കി തരാനാണ് അമ്മ പറഞ്ഞത്. എന്റെ റബ്ബേ, കാലം പോയൊരു പോക്ക്. ഇപ്പത്തെ കുട്ടികളോടൊക്കെ മുണ്ടാതിരിക്കാൻ നല്ലത്. കുരിശ് ടീച്ചറെ ചാണകം. എന്ത്? ചാണകം ചാണകം. എന്താ ഡോറയുടെ ഒരു കളി നോക്ക്. ഇതുണ്ടോ, നിനക്ക് ഡോറനെയാണോ ഇഷ്ടം പൂച്ചിനെയാണോ ഇഷ്ടം? എനിക്ക് ഡോറനെ ഇഷ്ടം. മണിക്കുട്ടിക്കോ? എനിക്ക് രണ്ടുപേരെയും ഇഷ്ടാ. മണിക്കുട്ടി, ആ വേലക്കാരി വരുന്നുണ്ട്. മണിക്കുട്ടി, അവൾക്ക് നല്ലൊരു ജോലി കൊടുക്കാം നമുക്ക്. നീ പറഞ്ഞിട്ടുണ്ടോ എന്ത് ജോലി അവൾക്ക് കൊടുക്കേണ്ടത്? അതൊക്കെ നീ കണ്ടോ, അവളിങ്ങോട്ട് വരട്ടെ. എടി ജോണ്ടു, നിന്റെ മുടി ഒന്ന് മാറ്റി, എന്റെ മൂക്കിലോട്ട് തുളഞ്ഞു കയറുന്നു. മണിക്കുട്ടി നോക്ക്, അവള് ടിവിക്ക് നോക്കി നിൽക്കുന്നു, ജോലിയൊന്നും ചെയ്യുന്നില്ല. മമ്മി മമ്മി മമ്മി, ഇതാ മുത്ത് ഇവിടെ ടിവി കണ്ടു നിൽക്കുന്നു. അവളിവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ ടിവിയിലേക്ക് നോക്കി നിൽക്കുക. നോക്ക് മണിക്കുട്ടി, എത്ര പെട്ടെന്ന് അവള് വളഞ്ഞത്. അല്ലെങ്കിൽ അവളെ ഇന്ന് മമ്മി അടിച്ച് സൂപ്പാക്കൂലേ. എന്തായാലും അവൾക്ക് നിന്റെ മമ്മിയെ നല്ല പേടിയാ. അല്ലെങ്കിൽ മമ്മി അവൾക്ക് നല്ല കഷായം കൊടുക്കും, ചൂരൽ കഷായം. എടി മുത്തേ, എന്താണുണ്ടോ? ഡി, ഞങ്ങൾക്ക് പോയിട്ട് കഴിക്കാൻ നീര് കൊണ്ടുവാ. ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ. ഇനി എന്തിനാ? ഡി മുത്തേ, നിന്റെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ കഴിക്കേണ്ടത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ ഞങ്ങൾ കഴിക്കും, നീ അത് നോക്കണ്ട, കേട്ടല്ലോ? എന്താ കൊണ്ടുവരേണ്ടത്? പോയിട്ട് അവിടുന്ന് ചിപ്സോ മുറുക്കോ എന്തെങ്കിലും എടുത്തിട്ട് വാ. ഇപ്പൊ കൊണ്ടുവന്ന് തരാം. ഇതാ ഞാനിവിടെ 10 വരെ എണ്ണം, അപ്പോഴേക്കും എനിക്കിത് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ ശരിക്കും അറിയും. ഞാൻ പെട്ടെന്ന് കൊണ്ടുവരേണ്ടോ? എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? അതല്ലെങ്കിലും നീ സൂപ്പർ അല്ലേ? ചിപ്സ് ആണ് പറഞ്ഞത്. ഇനിയിപ്പോ ചിപ്സ് ഇല്ലെന്ന് അറിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരുമോ? എന്തായാലും കൊടുത്തു നോക്കാം. ഡുണ്ടു, ഇത് തരാൻ പറഞ്ഞ ചെറിയമ്മ ചിപ്സ് എല്ലാം കൊടുന്നത് തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാ നോക്കട്ടെ.
എനിക്കിത് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. പോ. നിനക്കിപ്പോ സമാധാനായോ? എല്ലാം നശിപ്പിച്ചു കളഞ്ഞപ്പോ? ഞാൻ ഞാൻ മണിക്കുട്ടി, ഞാൻ പറഞ്ഞില്ലേ അടുക്കളയിൽ ചിപ്സ് ഇല്ലെന്ന്. ചെറിയമ്മ തന്നെയാ പറഞ്ഞത് എന്നോട് നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്ന് തരാൻ. ഓഹോ, അപ്പൊ നീ ഞങ്ങൾ പറഞ്ഞത് കൊണ്ടുവരില്ല അല്ലേ? അതിന് അടുക്കളയിൽ ചിപ്സ് ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? നോ, നീ ഒരു എക്സ്ക്യൂസും പറയണ്ട. മണിക്കുട്ടി, ഞാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ എനിക്കിത് കൊണ്ടുവന്ന് തരാൻ? അതല്ല മണിക്കുട്ടി, ഞാൻ നീ പറയാൻ പോകുന്നത് അടുക്കളയിൽ ചിപ്സ് ഇല്ല, അതുകൊണ്ട് ഇത് കൊണ്ടുവന്നു അല്ലേ? എടി മാറിക്കഴുതേ, നിനക്ക് എന്നാ ഇനിയൊന്ന് ബുദ്ധി വെക്കുന്നേ? അടുക്കളയിൽ ഇല്ലെങ്കിൽ നിനക്ക് അപ്പുറത്തെ കടയിൽ പോയി വാങ്ങി വന്നൂടെ? നിനക്ക് എന്താണ് ഇവിടെ ഇത്ര തിടുക്കം? അടുക്കളയിൽ ഉള്ളത് കൊണ്ടുവന്ന് എന്നെ തീറ്റിക്കാൻ നിനക്ക് എന്താ ഇത്ര തിടുക്കമെന്ന്? അത് മണിക്കുട്ടി, ആരെങ്കിലും വരുമ്പോഴേക്ക് ഇത് വേഗം തൂത്ത് വൃത്തിയാക്ക്. അവിടെ ഒരു പാട് പോലും കാണരുത്. മുത്തേ, മുത്തേ. അയ്യോ മുത്തശ്ശൻ. മണിക്കുട്ടി, മുത്തശ്ശൻ ഇങ്ങോട്ട് വന്ന ആകെ പ്രശ്നാണ്. നമ്മളാണിത് തട്ടിക്കളഞ്ഞെന്നറിഞ്ഞ മുത്തശ്ശൻ എന്തായാലും നിന്റെ ഡാഡിയോട് പറഞ്ഞു കൊടുക്കും. ശരിയാ? മുത്തേ, ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. മുത്തശ്ശാ, ഞാനിവിടെ ഉണ്ട്, ഇപ്പൊ വരാം. മുത്തേ, പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് എന്താന്ന് ചോദിച്ചിട്ട് വാ, അല്ലെങ്കിൽ മുത്തശ്ശൻ ഇങ്ങോട്ട് വരും. ഇത് കാണും. ഇതെങ്ങാനും മുത്തശ്ശൻ കണ്ട നീ തട്ടിക്കളഞ്ഞതാണെന്ന് പറഞ്ഞേക്കണം. കേട്ടില്ലോ? ഞങ്ങൾ എങ്ങാനും ഇത് കളഞ്ഞെന്ന് നീ മുത്തശ്ശനോട് പറഞ്ഞ നിന്നെ ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞ് നിന്നെ ഞാൻ ശരിയാക്കും. നീ പറഞ്ഞു കൊടുക്കോ മുത്തശ്ശനോട്? പറ. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മുത്ത്. പറ, ഞാൻ മുത്തശ്ശനോട് ഇവരെ കാണിച്ചത് പറയണോ? ഭക്ഷണം വലിച്ചെറിയുന്നത് വലിയ തെറ്റല്ലേ? എത്രയോ പാവപ്പെട്ട ആളുകൾ ഭക്ഷണമില്ലാതെ വിശന്ന് ജീവിക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുമ്പോ ഇവിടെ